Hi students, welcome to Sapphire Future Academy Board Booster Series. So last ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണല്ലേ. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റഡ് ആണ്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്നും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ സിമ്പിളാണ്. സോ നോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ എന്താണ് എ സി കറണ്ട് ത്രൂ എ റെസിസ്റ്റർ ആണ് അല്ലേ. സോ റെസിസ്റ്ററിൻ്റെ കേസിൽ പറഞ്ഞു എന്താണ് റെസിസ്റ്ററിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. അതിൻ്റെ ഫേസ് ഡയഗ്രമൊക്കെ നമ്മൾ വരച്ചു, വളരെ സിമ്പിളായിട്ടൊക്കെ വരച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് എ സി അപ്ലൈഡ് ത്രൂ എ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് അല്ലെ. ഇൻഡക്ടർ മാത്രമുള്ളൊരു സർക്യൂട്ടിൽ എ സി അപ്ലൈ ചെയ്യുമ്പം എന്താണ് അവിടുത്തെ കറണ്ട് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഫേസ് ഡിഫറൻസ്. സോ ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, നോക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് എ സി വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ ആണ്, പ്യുവർ ഇൻഡക്ടർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് എങ്ങനെയാണ് വരിക പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസിൽ? സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഡക്ടർ മാത്രമുണ്ട്. ദെൻ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ആ എ സി വോൾട്ടേജ് എത്രയാണ്? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളിൽ കൂടെ എന്ത് പോകും? കറണ്ട് പാസ് ചെയ്യും അല്ലേ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിക്കും? ഇൻഡക്ടറിന് ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. എവിടെ? ഈ ഇൻഡക്ടറിൽ. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ വാല്യൂ എത്രയാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എത്രയാ? ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആയിരിക്കും. വാട്ട് ഈസ് ഐ? എൽ ഈസ് ദ കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിലാണ്. റെഡി ആണല്ലോ. ദെൻ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യാം അല്ലേ. എന്താണ് ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും ഇൻ എ ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നേരെ അപ്ലൈ ചെയ്യാണ്. എന്താണ് നമ്മുടെ ഇൻപുട്ട് നമുക്കറിയാം, തന്നിരിക്കുന്ന വോൾട്ടേജ് എന്താണ്? ദാറ്റ് ഈസ് വി ഈക്വൽ ടു എന്താണ്? വി എം സൈൻ ഒമേഗ ടി ആണ് അല്ലേ. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, തന്നിരിക്കുന്ന വോൾട്ടേജ് ആണ്. എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വോൾട്ടേജ് അറിയാം, കറണ്ട് അറിയാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് റെസിസ്റ്റൻസിന്റെ കേസിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം കറണ്ട് ആയാലും റെസിസ്റ്റൻസ് ആയാലും ഈ ഒരു ഇതേ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, മറ്റേ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഇൻഡക്ടറുടെ കേസിൽ വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ, സെയിം ഫേസിലാണോ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യം കിർച്ചോഫിന്റെ റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്യാം. ദെൻ ഈക്വൽ എന്ത് പറയാം? വി എം സൈൻ ഒമേഗ ടി ഈ മൈനസ് എന്താണ് ഇവരുടെ മൈനസ് ഉണ്ട്. സോ പ്ലസ് ആണ് വരിക, പക്ഷെ അതിൻ്റെ മൈനസ് ആണ് അവിടെ ഉള്ളത്. ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? 0 ആണല്ലോ. സോ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ അങ്ങനെയാണ് ഈ ടേമിനോട് വെക്കുക. എന്താണ്? ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു എന്ത് വരും? വി എം സൈൻ ഒമേഗ ടി. ഈ ടേമിന് അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും സെയിം കാര്യം തന്നെ കേട്ടോ വരിക. ദെൻ എന്ത് വന്നു? ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു എന്ത് പറയാം? ഈ എല്ല് ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് വരും. ദെൻ വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ആണല്ലോ. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഡി ഐ ഈക്വൽ ടു എന്ത് പറയാം? വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു എന്ത് വരും? ഡി ടി. റെഡി ആണല്ലോ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ ഒരു ചെറിയ സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട് നമുക്കറിയാം അല്ലേ. സോ സ്മോൾ ചേഞ്ച് നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മാക്സിലെ ഇൻറ്റഗ്രേഷൻ ഉപയോഗിക്കണം അല്ലേ. ഇൻറ്റഗ്രൽ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഉപയോഗിച്ച് എന്താ വരിക? ഇൻറ്റഗ്രൽ ഡി ഐ ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി എം ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി ആണ് അല്ലേ. വാട്ട് ഈസ് ഇൻറ്റഗ്രൽ ഡി ഐ? ഇൻറ്റഗ്രൽ ഡി ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ് അല്ലേ. സോ ഇവിടെ വി എം ബൈ എം എന്താണ്? എൽ എന്താണ്? കോൺസ്റ്റന്റ് ആക്കി. ബാക്കി എന്തുണ്ട്? ഇൻറ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. റെഡി ആണല്ലോ. സോ ബാക്കി എന്താ വരിക? അപ്പം എന്താ വരും? ഐ ഈക്വൽ ടു വി എം ബൈ എൽ. വാട്ട് ഈസ് ഇൻറ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി? വാട്ട് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ? മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഒരു ഒമേഗ വരും അല്ലേ. ചെയിൻ റൂളാണ്. അപ്പോൾ നമുക്ക് കിട്ടി. ദെൻ ഇവിടെ നമ്മളൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യണുണ്ട്, നോക്കിക്കോളൂ. എന്താണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈക്വൽ ടു
π/2 മൈനസ് തീറ്റയാണ്. സൈൻ π/2 മൈനസ് തീറ്റയാണ് എന്ത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് മൈനസ് കോസ് തീറ്റ? മൈനസ് സൈൻ π/2 മൈനസ് തീറ്റ ആയിരിക്കും. റെഡിയാണല്ലോ? മൈനസ് സൈൻ π/2 മൈനസ് തീറ്റ ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്? സൈൻ ഓഫ് മൈനസ് തീറ്റയാണ്. റെഡിയാണല്ലോ? അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നു? ഇതിന് മൈനസ് ഉള്ളോട്ട് എടുത്താൽ എന്താ വരിക? സൈൻ തീറ്റ മൈനസ് π/2 ആണല്ലോ. അങ്ങനെയാണ് ഇവിടെ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. സോ അങ്ങനെ എന്ത് വരും? I ഈക്വൽ ടു Vm/L ഇൻറ്റു എന്താണ്? സൈൻ തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കുക? ഒമേഗ ടി കൊടുക്കുക അല്ലേ. ഒമേഗ ടി മൈനസ് എന്ത് വരും? π/2. ഒമേഗ ടി മൈനസ് π/2. ദെൻ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. നമുക്ക് എന്ത് കിട്ടി? ഐയും കിട്ടിയില്ലേ. അപ്പോൾ ഐയും അറിയാം, വിയും അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു കാര്യം മനസ്സിലാവും. എന്താണ്? വി എന്ന് പറയുന്നത് Vm സൈൻ ഒമേഗ ടി. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് Vm/L സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വെൻ ഓക്കെ, ഇവിടെ ഒരു ഒമേഗ നമ്മൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. ആ ഒമേഗ ഇവിടെ വരും, ഇവിടെ വരും അല്ലേ. ദെൻ എൽ ഒമേഗ, വാട്ട് ഈസ് Vm/L ഒമേഗ ഈക്വൽ ടു Im ആണ് അല്ലേ. അതിനാണ് ഇക്വേഷൻ എനിക്ക് അങ്ങനെ മാറ്റി എഴുതാം. ഐ ഈക്വൽ ടു Vm, ഐ ഈക്വൽ ടു എന്ത് വരും? Im സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ 2 ഉം 3 ഒക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ 1 ഉം 3 ഉം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സൈൻ സൈൻ വി എന്ന് പറയുന്നത് എന്താണ്? Vm സൈൻ ഒമേഗ ടി. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? Im സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ്. ഇവിടെ ഒരു മൈനസ് π/2 എക്സ്ട്രാ വരുന്നുണ്ട്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു AC അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ, പ്യുവർ ഇൻഡക്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു π/2 ഡിഗ്രി എന്ത് വരും? ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. സോ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് ആണ് എന്ത്? π/2 എന്ന് പറഞ്ഞാൽ. റെഡിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏതായിരിക്കും മുമ്പിൽ വരിക? കറണ്ട് ആയിരിക്കുമോ വോൾട്ടേജ് ആയിരിക്കുമോ? അതായത് നോക്കിക്കോളൂ, നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ടേം കേൾക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ നമ്മളുടെ ഒമേഗ ടീൻ്റെ അകത്ത് π/2 മൈനസ് ചെയ്യാണ് ചെയ്യാറ് അല്ലേ. അതായത് കറണ്ട് ബാക്കിലായിരിക്കും വെൻ കമ്പയർ ടു വോൾട്ടേജ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇൻ എ AC അപ്ലൈഡ് ടു എൻ പ്യൂർ ഇൻഡക്ടർ സർക്യൂട്ട് ദ കറണ്ട് ഈസ് ലാഗ് ബിഹൈൻഡ് എന്താണ്? വോൾട്ടേജ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, എന്താണ്? വോൾട്ടേജ് ലീഡ്സ് ബൈ കറണ്ട് അറ്റ് എ ഫേസ് ആംഗിൾ അറ്റ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് അറ്റ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2. റെഡിയാണല്ലോ? അപ്പം ഒരു ഇൻഡക്ടർ സർക്യൂട്ട് ആണ് ആലോചിച്ചോളാം. കറണ്ട് എപ്പോഴും എന്തായിരിക്കും? ലാഗ് ആയിരിക്കും വെൻ കമ്പയർ ടു വോൾട്ടേജ്. ഓർത്ത് വെക്കാം. അപ്പോൾ ഇക്വേഷൻ 3 എന്താ കിട്ടിയത്? ഐ ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ 3യും 1 ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള വോൾട്ടേജും കറണ്ട് നമ്മുടെ ഡിഫറൻസ് എന്താ കിട്ടിയത്? ഇവിടെ ഒരു മൈനസ് π/2 എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലേ. അതായത് ഈ π/2ൻ്റെ എന്തൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സോ ആ ഡിഫറൻസ് നമ്മൾ എന്ത് വിളിക്കുക? ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കുക. എന്താണ്? ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോക്കിക്കോളൂ, ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലാഗ്സ്, അതായത് ഇൻ എ പ്യുവർ ഇൻഡക്ടർ കറണ്ട് എന്താണ്? ലാഗ് ചെയ്യാനല്ലേ. അതായത് ഒമേഗ ടീനെക്കാട്ടും കുറവാണ്. ഇവിടെ ഒമേഗ ടി ഉണ്ട്. സോ അതിനും താഴെയാണ് എന്തുള്ളത്? കറണ്ട് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് ലാഗ്സ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 ആണ്. കറണ്ട് ലാഗ്സ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 ആണ്. എവിടെ? ഫോർ എൻ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. ഫോർ എ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. അപ്പോൾ നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. എന്താണ്? ഇവിടെ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് എന്താ പറയുക? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2. റെഡിയാണല്ലോ? ദെൻ നമുക്ക് എന്താ നോക്കേണ്ടത്? അടുത്ത ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലേ. നമുക്ക് കിട്ടിയ വോൾട്ടേജ് എത്രയാണ്? V ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി ആണ്. ആണല്ലോ.
കറണ്ട് എത്ര കിട്ടിയത്? ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ്, ഇവിടെ ഒരു പൈ ബൈ 2 ഡിഗ്രീൻ്റെ ഫേസ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ IM ഈക്വൽ ടു എന്ത് പറയാം, VM ബൈ L ഒമേഗ എന്ന് പറയില്ല. ഏതാണ്? അക്കോർഡിംഗ് ടു ഇക്വേഷൻ നമ്പർ 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ ദെൻ VM ബൈ IM, വാട്ട് ഈസ് VM ബൈ IM? VM ബൈ IM ഈക്വൽ ടു L ഒമേഗ അല്ലേ. VM ബൈ IM ഈക്വൽ ടു L ഒമേഗ അല്ലേ. നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ എന്താണ്? V ബൈ I ഈക്വൽ ടു R ആണ് അല്ലേ. വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റെസിസ്റ്റൻസിന് ഈക്വൽ ആണ് അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പോസിഷൻ ഒഫേർഡ് ബൈ ദി റെസിസ്റ്റർ ആണ് എഗെയിൻസ്റ്റ് കറണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതേപോലെ അല്ലേ ഈക്വേഷൻ ഉള്ളത് VM ബൈ IM എന്ന് പറഞ്ഞാൽ. സോ അപ്പോൾ L ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ. റിയാക്ടൻസ് ഒഫേർഡ് ബൈ ഇൻഡക്ടർ എഗെയിൻസ്റ്റ് കറണ്ട് ആണ്. റെഡി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താണ്? L ഒമേഗയാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണ് വാട്ട് ഈസ് L? L ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഫോർ എ DC, if DC current is applied in an inductor circuit അല്ലേ. ഓക്കെ, ഒരു കേസാണ് DC അപ്ലൈ ചെയ്തു, ഒരു ഇൻഡക്ടർ സർക്യൂട്ടിൽ DC അപ്ലൈ ചെയ്തു. ആ സമയത്തുള്ള ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയായിരിക്കും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയായിരിക്കും? DC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും? ഓക്കെ, DC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഫ്രീക്വൻസി കിട്ടുക? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. സോ DC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എത്രയാണ്? 0 ആണ്. സോ ഫ്രീക്വൻസി 0 ആണെങ്കിൽ എന്ത് പറയാം? ഒമേഗയും 0 ആയിരിക്കും അല്ലേ. ഒമേഗ 0 ആണെങ്കിൽ എന്ത് പറയാം? ദാറ്റ് ഈസ് L ഒമേഗ ഈക്വൽ ടു 0 ആയിരിക്കും. വാട്ട് ഈസ് L ഒമേഗ? L ഒമേഗ ആണ് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ഷനെ XL എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. സോ XL എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൻ്റെ AC സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയെന്ന് വിചാരിക്കുക അല്ലേ. ഫ്രീക്വൻസി കൂടുകയാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്? ഫ്രീക്വൻസി കൂടുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. റെഡി ആണല്ലോ. കാരണം എന്തെന്താ? ഡയറക്റ്റ് റിലേഷൻ ആണ് അല്ലേ. ഫ്രീക്വൻസി കൂടുമ്പോൾ XL എന്താണ്? കൂടും. സോ XL എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. റെഡി ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് AC ത്രൂ എ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണ് അല്ലേ. എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫേസർ ഡയഗ്രം ഒന്ന് നോക്കണം. നോക്കിക്കോളൂ. ഓക്കെ, അടുത്തതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നോക്കിക്കോളൂ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നോക്കിക്കോളൂ. V ഈക്വൽ ടു എന്താണ്? VM സൈൻ ഒമേഗ ടി ആണ് അല്ലേ. I എന്താ കിട്ടി? I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ് ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഈ ഗ്രാഫാണ്. നമുക്കറിയാം സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് V ആണ്. ദെൻ കറണ്ടിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? കറണ്ട് എങ്ങനെയാണ് വരയ്ക്കുക? ഈ ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് എങ്ങനെ വരും? കറണ്ടിന് എന്തുണ്ട്? ഒരു പൈ ബൈ 2 ആംഗിൾ ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്താ ചെയ്യുന്നത്? ലാഗ് ബിഹൈൻഡ് ആണ് എവിടെ? വോൾട്ടേജിനെ കാട്ടും. അങ്ങനെയാണെങ്കിൽ കറണ്ട് എവിടേക്കും തുടങ്ങും? കറണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങുക. നിങ്ങൾക്ക് വാല്യൂ ഇട്ട് കൊടുത്തേക്ക് ആൻസർ കിട്ടും. എങ്ങനെ? ഇത് നമ്മളുടെ തീറ്റയാണ്. ദെൻ വോൾട്ടേജ് കറണ്ട് അല്ലേ. ഫസ്റ്റ് തീറ്റ ഈക്വൽ ടു 0 ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, ദെൻ 180 ഡിഗ്രി ഉണ്ട്, 270 ആൻഡ് 360 അല്ലേ. ഓക്കെ, ഞാൻ ഓരോന്നും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് സൈൻ 0 എത്രയാണ്? 0 ആണ്. സോ ആ സമയത്തുള്ള കറണ്ട് എന്ത് വരും? സൈൻ മൈനസ് പൈ ബൈ 2 വരും. സൈൻ മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരും. ദാറ്റ് ഈസ് -IM വരും അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. എന്താ 90 ഡിഗ്രി കൊടുക്കുമ്പോൾ എന്താ വരിക? V ഈക്വൽ ടു VM വരില്ല. കാരണം സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ VM വരും. ഇതെന്ത് വരും? 0 വരും. കാരണം π/2 - π/2 0 ആണ്. സൈൻ 0
0 ആണ്. സോ 180 ഡിഗ്രി വരുമ്പോഴോ 180 ഡിഗ്രി വരുമ്പോൾ വോൾട്ടേജ് പിന്നെയും 0, ഇതെന്ത് വരും പ്ലസ് IM വരും അല്ലേ, നിങ്ങൾക്ക് ചെയ്തൊക്കെ കിട്ടും. ദെൻ 270 ഡിഗ്രി വരുമ്പോഴോ ഇത് മൈനസ് VM ആവും, ഇതോ 0 ആവും. ദെൻ 360 ഡിഗ്രി വരുമ്പോൾ വോൾട്ടേജ് വീണ്ടും 0 ആവും, ഇതെന്തായി IM ആവും അല്ലേ. അതിനാണ് ഗ്രാഫ് എന്താ വരിക, അറ്റ് 0-ൽ കറണ്ട് എന്താണ് 0 തന്നെയാണ്, കറണ്ട് മൈനസ് IM ആണല്ലോ. അറ്റ് 90 ഡിഗ്രിയിൽ കറണ്ട് എത്രയാണ് 0 ആണ് അല്ലേ. 90 ഡിഗ്രിയിൽ കറണ്ട് എത്രയാണ് 0 ആയി. ദെൻ അടുത്തത് എത്രയാണ് 180 ഡിഗ്രി അല്ലേ. 180 ഡിഗ്രിയിൽ കറണ്ട് എത്രയാണ് 180 ഡിഗ്രി കറണ്ട് IM ആണ് അല്ലേ. സോ ഇവിടെ വരും. ദെൻ അടുത്ത 270 ഡിഗ്രിയിൽ കറണ്ട് എത്ര വരും 0 ആണ്, വീണ്ടും ഇവിടെ തന്നെ. ദെൻ 360 ഡിഗ്രിയിലോ കറണ്ട് മൈനസ് IM ആണ്, മൈനസ് IM വരും. അങ്ങനെയാണ് ഈ ഗ്രാഫ് എങ്ങനെ വരിക. ഓക്കെ, ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. എന്തിൻ്റെ കറണ്ടിൻ്റെ ഗ്രാഫ്, ഇത് വോൾട്ടേജിൻ്റെ ഗ്രാഫ്. റെഡി ആണല്ലോ. സോ നമുക്ക് അടുത്ത വരയ്ക്കേണ്ടത് ഫേസർ ഡയഗ്രാം ആണ്. നോക്കിക്കോളൂ, ഫേസർ ഡയഗ്രാം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫേസർ ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് വോൾട്ടേജ് അല്ലേ. നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് എന്താണ് ഈ ഒരു ഡയറക്ഷനിലുള്ളത് V. എത്ര റൊട്ടേറ്റ് ആവുന്നുണ്ട് ഇത് ω t റൊട്ടേറ്റ് ആവുന്നുണ്ട്. സോ വോൾട്ടേജ് എത്ര കിട്ടി, ഇതെന്താണ് VM sin ω t ആണല്ലോ. അപ്പോൾ വോൾട്ടേജ് V ആണ്. സോ വോൾട്ടേജിൻ്റെ കാട്ടും π/2 ആംഗിൾ എത്രയാണ് ലാഗ് ചെയ്യാണ് ആര് കറണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിൻ്റെ π/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും അല്ലേ, ഇതല്ലേ π/2. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും, കറണ്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ. സോ ഇതാണ് എന്ത് I എന്ന് പറയുന്നത്. റെഡി ആണല്ലോ. സോ ഇവിടെ ലെങ്ത് കുറവായിരിക്കില്ല, ഇതിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത് കുറവാക്കി ഇടാം. വോൾട്ടേജ് എന്തായിരിക്കും കൂടുതലായിരിക്കും, പക്ഷേ വോൾട്ടേജ് ഇവിടെ ലീഡിങ് ആണ് വെൻ കമ്പയർ ടു കറണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ വരച്ചത്. സോ ഇത് നമ്മളുടെ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ്. റെഡി ആണല്ലോ, സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഫേസർ ഡയഗ്രാം. എത്രയാണ്, ഇതാണ് ഫേസർ ഡയഗ്രാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പവർ ഡെസിപ്പേറ്റഡ് ഇൻ പ്യുവർ AC ഇൻഡക്ടർ സർക്യൂട്ട്. നിങ്ങൾ റെസിസ്റ്ററിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പവർ എത്രയായിരുന്നു, പവർ VRMS × IRMS ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഇൻഡക്ടറിൻ്റെ കേസിൽ അത് തന്നെയാണോ പവർ കിട്ടുക, അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ കേസിൽ പവർ മാറുമോ, ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ വരിക പവർ അല്ലേ. ദെൻ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ഇൻഡക്ടർ, പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണ് അല്ലേ. എന്താ കിട്ടിയത് നമുക്ക്, I = എന്ത് കിട്ടി, IM sin ω t മൈനസ് π/2 ആണ് അല്ലേ. പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണല്ലോ. ദാറ്റ് ഈസ് V = എന്താണ് VM sin ω t ആണ് അല്ലേ. ആ സമയത്തുള്ള വോൾട്ടേജ് എന്താ വരിക VM sin ω t അല്ലേ. എങ്ങനെയാണ് പവർ കണ്ടുപിടിക്കുക, P = എന്താണ് V × I ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം VM sin ω t ഇൻറ്റു എന്താ വരിക IM sin ω t മൈനസ് π/2. റെഡി ആണല്ലോ. സോ ഇതാണെന്ത് P എന്ന് പറഞ്ഞാൽ. നമുക്കവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻസ്റ്റന്റേനിയസ് പവർ അല്ല, ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ആവറേജ് ഓഫ് VM IM ഇൻറ്റു sin ω t ഇൻറ്റു എന്ത് വരും sin ω t മൈനസ് π/2. റെഡി ആണല്ലോ. സോ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നോക്കിക്കോളൂ. സോ VM IM ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്, ഇൻ്റഗ്രൽ sin ω t. ഇവിടെ നോക്കിക്കോളൂ, വാട്ട് ഈസ് sin ω t മൈനസ് π/2. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് മൈനസ് കോസ് ω t ആണല്ലോ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നേ. ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മേലും താഴെയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ വരിക VM IM / 2. അതായത് 2/2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. ഇതെന്ത് വരും 2 sin ω t ഇൻറ്റു കോസ് ω t അല്ലേ. ആ മൈനസ് ഞാൻ ഇവിടെ എഴുതി അല്ലേ, ഈ മൈനസ് ഇങ്ങോട്ട് എഴുതി. ദെൻ
വാട്ട് ഈസ് 2 sin omega t cos omega t? എന്താണ്? ഇത് സൈൻ 2 തീറ്റന്റെ വാല്യൂ ആണ് അല്ലേ? കാരണം എന്താ? സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്, ആണല്ലോ. എന്തായാലും എന്ത് പറയാം അപ്പം? Vm Im/2 ഓഫ് സൈൻ 2 ഒമേഗ ടി അല്ലേ? ഞാൻ പറഞ്ഞു സൈൻ തീറ്റൻ്റെയും കോസ് തീറ്റൻ്റെയും ഒക്കെ ആവറേജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി ഈക്വൽ ടു 0 ആണ് അല്ലേ? അങ്ങനെയാണ് എന്ത് പറയാം? ഇത് ഈക്വൽ ടു എന്ത് വന്നു? 0 വന്നു അല്ലേ? അപ്പോൾ ആവറേജ് പവർ ഓഫ് എൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതായത് എ സി അപ്ലൈഡ് ടു എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അതായത് ആവറേജ് പവർ എത്രയാണ്? 0 ആണ് ഫോർ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. റെഡി ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഓക്കെ, ഈ ഡെറിവേഷൻ എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം പറയുന്നത്? എ പ്യുവർ ഇൻഡക്ടർ ഓഫ് 25 മില്ലി ഹെൻറി ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് എത്രയാണ്? 220 വോൾട്ട്. ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കോളൂ. എന്താണ്? L ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 25 മില്ലി ഹെൻറി അല്ലേ? സോ മില്ലി ഹെൻറി എന്തിൻ്റെ യൂണിറ്റാണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്. സോ തന്നിരിക്കുന്നത് എന്താണ് അപ്പം? ഇൻഡക്റ്റൻസ് ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് RMS കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആണ് ഇഫ് ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ഹേർട്സ് തന്നിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയാണ് തന്നിരിക്കുന്നതൊക്കെ എഴുതിക്കോളൂ. VRMSൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നത്. എത്രയാണ്? 220 വോൾട്ട് അല്ലേ? സോ തന്നിരിക്കുന്നത് എത്രയാണ്? VRMS ആണ്. നെക്സ്റ്റോ വേറെ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഹേർട്സ് ആണ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലേ? ഇതൊരു പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണ് അല്ലേ? അങ്ങനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താ വരിക? ദാറ്റ് ഈസ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. XL ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? XL ഈക്വൽ ടു L ഒമേഗ എന്ന് പറയുന്നത് എന്താ? L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 × 10⁻³ അല്ലേ? എന്തിനാ 10⁻³ മില്ലി ഹെൻറി ആണ് അല്ലേ? അതിനെ ഹെൻറിയിലേക്ക് മാറ്റണം. ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലേ? വാട്ട് ഈസ് ഒമേഗ ഈക്വൽ ടു 2πf ആണ്. സോ വാട്ട് ഈസ് എഫ്? എഫ് എന്ന് പറയുന്നത് 50 ആണ്. സോ ഇത് ചെയ്താൽ എന്താ വരിക? 25 × 10⁻³ ഇൻറ്റു 2 × 22/7 അല്ലേ? പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ് അല്ലേ? ഇൻറ്റു എന്ത് വരും? 50 വരും. സോ ഇത് ചെയ്ത് നോക്കിയാൽ ആൻസർ എത്ര വരിക? 7.85 ഓം. 7.85 ഓം ആണ് വരിക അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കിട്ടി. സോ നെക്സ്റ്റ് നമുക്ക് എന്താ അറിയേണ്ടത്? നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? RMS വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ. RMS വാല്യൂ ഓഫ് കറണ്ട് ദാറ്റ് ഈസ് IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ IRMS എന്ന് പറയുന്നത് ഈക്വൽ ആണ് VRMS ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് നമ്മളുടെ റിയാക്ടൻസ് ആണ് അല്ലേ? റിയാക്ടൻസ് ആണ്. ഇവിടുത്തെ റിയാക്ടൻസ് എത്രയാണെന്ന് കിട്ടി. ഈക്വൽ ടു എന്ത് പറയാം? വാട്ട് ഈസ് VRMS? ഈസ് 220 ആണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് XL? XL എന്ന് പറയുന്നത് എത്ര കിട്ടി? 7.85. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? 28 ആംപിയർ. 28 ആംപിയർ കിട്ടും. റെഡി ആണല്ലോ? സോ ഇത്രയേ ഉള്ളൂ. എന്തുള്ളൂ? ഈ പ്രോബ്ലം ഉള്ളൂ. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? AC ത്രൂ എ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണ് അല്ലേ? വളരെ സിമ്പിളാണ്. ആദ്യം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ചെറിയ ഡെറിവേഷൻ ഉണ്ട്, അത് പഠിച്ചു നോക്കുക. ദെൻ എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് പഠിക്കുക. ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ യൂണിറ്റ്, ഓക്കെ, യൂണിറ്റ് എന്ന് പറയുന്നത് ഈക്വലന്റ് ടു റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും അത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എന്താണ്? അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ദെൻ ഫേസർ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കാൻ അല്ലേ? ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് എപ്പോഴും ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ π/2 എന്താണ്? π/2 ഫേസ് ഡിഫറൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, പഠിക്കുക. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.